ആ വോട്ട് പിടിക്കാൻ പോയതിൽ CPM-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJP-കാരുണ്ട്. പക്ഷേ മുൻ വർഷങ്ങളിലൊക്കെ BJP അവിടെ നല്ല വോട്ട് എല്ലാ മത്സരങ്ങളിലും ഒരു പിടിച്ചിട്ടുണ്ട്. 46,000, 56,000 വരെ പിടിച്ചിട്ടുണ്ട്. ബാബരപുരം മണ്ഡലത്തിൽ ഞാൻ പറയുമ്പോൾ മറ്റൊന്നും കരുതരുത്, ഞാനത് പച്ചയ്ക്ക് പറയുന്നൊരു സ്വഭാവക്കാരനായതുകൊണ്ട് RSS-കാരും BJP-കാരും ഇലക്ഷൻ ദിവസം കാസർഗോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 2-3 അനുകൂല ഘടകങ്ങളുണ്ട്. കാസർഗോഡ് എന്ന് പറയുന്നത് BJP-ക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നവരെല്ലാം ഒരേ സമയത്ത് പരാജയപ്പെടും എന്നാണ് ഞാൻ മൊത്തത്തിൽ കാണുന്നത്. അങ്ങനെ ഷാനവാസ് മുസ്ലിം വോട്ട് നന്നായി പിടിക്കുകയാണെങ്കിൽ, ഹിന്ദു വോട്ട് അശ്വനിക്ക് കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, ക്രോസ് വോട്ട് ഈ ഇലക്ഷൻ ആരും ചെയ്യില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. കാര്യം ആത്മഹത്യാപരമാണ്. കാരണം പൊതുവെ തന്നെ കാണുന്നത്. ഞാൻ ഫസ്റ്റ് സുഭാഷിന്റെ ദിവസം ചോദിക്കാം, സർ BJP-ക്കാണോ കാസർഗോഡ് മണ്ഡല സാധ്യത? പക്ഷെ BJP അങ്ങനെ പറയുന്നില്ല. കേരളത്തിലെ BJP-യുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ലിസ്റ്റ് വന്നതിൽ കാസർഗോഡ് ഒരു സീരിയസ് വിഷയമായിട്ട് അവർ പറയുന്നില്ല. കാസർഗോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 2-3 അനുകൂല ഘടകങ്ങളുണ്ട്. കാസർഗോഡ് എന്ന് പറയുന്നത് BJP-ക്ക് കർണാടക ബോർഡറിലുള്ള കുറേ ആളുകൾ, മൈസൂരിലൊക്കെ ഉള്ള കുറേ ആളുകളുടെ അങ്ങനെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അവിടുത്തെ. നമ്മുടെ കമ്മ്യൂണിറ്റി മാത്രം, കേരളത്തിലെ മലപ്പുറം ശൈലിയിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി അല്ല അവിടെ. അവിടെ പല പഞ്ചായത്തുകളും ആര് ഭരിക്കുന്നുണ്ട്? BJP ഭരിക്കുകയോ അല്ലെങ്കിൽ BJP-ക്ക് ശക്തമായ സ്വാധീനമുണ്ട്. പല കൗൺസിലർമാരും അല്ലെങ്കിൽ മെമ്പർമാരും BJP-ക്ക് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ അശ്വനി എന്ന് പറയുന്ന നല്ലൊരു കാൻഡിഡേറ്റാണ്. അതുകൊണ്ടൊന്നുമല്ല ജയിക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത്. ഷാനവാസ് പണ്ടൂർ എന്ന് പറയുന്ന CPM-ന് വേണ്ടി മത്സരിക്കുന്ന ആൾ കാലാകാലങ്ങളിൽ അവിടെ INL-ൻ്റെ കാൻഡിഡേറ്റാണ് മത്സരിക്കുന്നത്. ഇപ്പോഴും INL-ആണ്. പക്ഷേ INL-ൻ്റെ കാൻഡിഡേറ്റ് ആകുമ്പോൾ അതൊരു വലിയ CPM-കാരൊന്നും അങ്ങനെ പ്രവർത്തിക്കത്തില്ല. അവർ ഇറങ്ങി അങ്ങനെ മണിയൊന്നും ചെയ്യത്തില്ല. അതാണ് നെല്ലിക്കുന്ന് ജയിച്ച് പോകുന്നത് അവിടെ. പക്ഷേ ഇപ്പം ഷറഫല്ലേ മത്സരിക്കും. പക്ഷെ പ്രശ്നം അതല്ല. ഇപ്പോഴത്തെ ഷാനവാസ് ഇപ്രാവശ്യം നല്ല വോട്ട് പിടിക്കും. അങ്ങനെ ഷാനവാസ് മുസ്ലിം വോട്ട് നന്നായി പിടിക്കുകയാണെങ്കിൽ, ഹിന്ദു വോട്ട് അശ്വനിക്ക് കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, മുസ്ലിം വോട്ടിൽ കുറച്ചെങ്കിലും അശ്വനിക്ക് പിടിക്കാൻ പറ്റിയാൽ അശ്വനി ജയിക്കും. ഇതാണ്. കാരണം നമ്മളൊരു മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ അടച്ചമക്ക് ഒരു മണ്ഡലം അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതേസമയം ഇപ്പോൾ പുതുപ്പള്ളി അല്ലെങ്കിൽ പിണറായി എന്നൊക്കെ പറയുമ്പോഴുള്ള മണ്ഡലങ്ങൾ പറയും പോലെ അല്ല കാസർഗോഡ്. കാര്യം മാറി മറിഞ്ഞ് വന്നിട്ടുണ്ട്, പല മുന്നണികളോടെ ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അശ്വനിയുടെ സാധ്യത ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സാധ്യത ഉണ്ട്. വലിയ നല്ല കാൻഡിഡേറ്റാണ് BJP-ക്ക്. പക്ഷേ അശ്വനി ആഗ്രഹിച്ചിരുന്ന മഞ്ചേശ്വരത്ത് മത്സരിക്കാനാണ്. അത് സുരേന്ദ്രൻ പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് നിൽക്കുമായിരുന്നു. അതിൽ ചെറിയ അതൃപ്തി അവർക്കുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അവർ കാസർഗോഡ് നല്ല കാൻഡിഡേറ്റാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം. സാറേ, ഈ കാസർഗോഡ് ഒരിക്കലും BJP-ക്ക് ഒരു A ക്ലാസ് മണ്ഡലമല്ലായിരുന്നു. അവിടെ ത്രികോണ മത്സരം ഈ പ്രചരണ സമയത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് വന്നു. പക്ഷേ വോട്ടുകൾ പെട്ടിയിലായപ്പോഴാണ് BJP അതൊരു A ക്ലാസ് മണ്ഡലം മാറ്റുന്നത്. ഇത് ചുമ്മാ ഒരു കണത്തോട്ടിലാണോ ഈ കാസർഗോഡ് നടത്തുന്നത്? ഈ കേരളത്തിലെ ഇത്തവണ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നവരെല്ലാം ഒരേ സമയത്ത് പരാജയപ്പെടും എന്നാണ് ഞാൻ മൊത്തത്തിൽ കാണുന്നത്. കാരണം 2021 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് ചർച്ച ചെയ്യാൻ 2 മുന്നണികളുണ്ടായിരുന്നു, LDF, UDF. ഒരാൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ തകർച്ച നേരിട്ടാൽ മാറുവാൻ വരും എന്നുള്ള ഒരു പൊതുപ്രതീക്ഷ എല്ലായിടത്തും സാധാരണയിലുണ്ടാവാറുണ്ട്. പക്ഷേ ഇക്കുറി വളരെ വ്യത്യസ്തമായിട്ട് 3-ാം മുന്നണി നല്ല NDA വളരെ ശക്തമായിട്ട് മത്സരരംഗത്ത് വന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് 2020 പോലുള്ള പാർട്ടിയും അവരിതിനകത്തുനിന്ന് ഈ ഫോൾഡിൽ ചേരുകയും സംസ്ഥാന അധ്യക്ഷനായിട്ട് പുതിയൊരാൾ, ഇവിടെയുള്ള പരമ്പരാഗത നേതാക്കൾക്ക് പരിചയമല്ലാത്തൊരു പുതിയൊരാളിനെ കേന്ദ്രം കൊണ്ടുവരികയൊക്കെ ചെയ്തപ്പോൾ ഒരു ഓർഗനൈസേഷനായിട്ടുള്ള ഒരു ഫ്രഷപ്പ് സംഘടനയ്ക്ക് ഉണ്ടായി എന്നുള്ളൊരു വാസ്തവമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തകർ കുറച്ചുകൂടി ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് പല മണ്ഡലങ്ങളിലും അവർക്ക് കുറച്ച് അഡ്വാൻറ്റേജ് പ്രചരണത്തിലുണ്ടാകാൻ കഴിയില്ല. റിസൾട്ടിനകത്ത് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. പക്ഷേ ആ ഒരു സംഘടനാപരമായ ഒരു അഴിച്ചുപണിയും ഈ പ്രവർത്തകർക്ക് കിട്ടിയ പുതിയ ആത്മവിശ്വാസവും സ്വാഭാവികം കാസർഗോഡും റിഫ്ലക്റ്റ് ചെയ്യും എന്നാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. കാസർഗോഡിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ സാറ് പറഞ്ഞതുപോലെ എല്ലാ പാർട്ടിക്കാരും ജയിച്ചിട്ടുള്ളൊരു മണ്ഡലമുണ്ട്. BJP ജയിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ മുൻ വർഷങ്ങളിലൊക്കെ BJP അവിടെ നല്ല വോട്ട് എല്ലാ മത്സരങ്ങളിലും ഒരു പിടിച്ചിട്ടുണ്ട്. 46,000, 56,000 വരെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കുറി ഈ പറഞ്ഞ അവിടുത്തെ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു ചെറിയൊരു തർക്കവും പിന്നെ ഈ ഷാനവാസ് പിടിക്കുന്ന വോട്ടും ഒക്കെ വലിയ നിർണായക ഘടകമാണ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വനിതാ സ്ഥാനാർത്ഥികൾ എനിക്ക് കാസർഗോഡ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അശ്വിനി വോട്ടുള്ള കാരണം ഒരു വനിതയാണ് എന്നുള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു തരത്തിൽ അശ്വിനിയിലേക്ക് കുറേ വോട്ട് കേന്ദ്രീകരിക്കും എന്നുള്ള കാര്യം തർക്കമൊന്നും വേണ്ട. ഇനി BJP A ക്ലാസ് എന്നൊക്കെ പണ്ടും പല മണ്ഡലങ്ങളും പറയാറുണ്ട്. അത് അവർ ഈ പറഞ്ഞ ഇത്ര വോട്ട് കിട്ടുന്ന അടിസ്ഥാനത്തിലാണ് A ക്ലാസ് എന്ന് അവർ നിർവചിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ A ക്ലാസ്സിനപ്പുറം കാസർഗോഡ് ജയിക്കുന്ന നിലയിലേക്കാണ് ഈ പ്രചരണം കഴിഞ്ഞ സമയത്ത് പൊതുവെ ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇനി കാസർഗോഡ് BJP ജയിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം
അത്രത്തോളം പിന്നെ ഗ്രൗണ്ടിൽ BJP പ്രവർത്തകരും അശ്വിനി നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. സാർ നേരെ സൂചിപ്പിച്ച പോലെ കന്നഡ ന്യൂനപക്ഷം വലിയൊരു വലിയൊരു സാധ്യതയാണ്. അതിൽ തന്നെ മുസ്ലിങ്ങളും BJP അനുകൂല നിലപാടുള്ള ആളുകളും അക്കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ BJP ജയിക്കുന്ന സ്ഥലത്ത് ഈ CPM ക്രോസ് ഔട്ട് ഉണ്ട്. അന്ന് ക്രോസ് ഔട്ട് നടന്നാൽ എത്രത്തോളം വരും BJPക്കുള്ള വിജയം? ക്രോസ് ഔട്ട് ഈ ഇലക്ഷൻ ആരും ചെയ്യില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. കാര്യം ആത്മഹത്യാപരമാണ്. കാരണം പൊതുവെ തന്നെ കാണുന്നത് കടുത്ത മത്സരമാണ്. കാരണം ഭരണം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന LDF-ഉം ഭരണത്തിലേക്ക് 10 വർഷം തിരിച്ചു വരാൻ ശ്രമിക്കുന്ന UDF-ആണ്. അപ്പോൾ ഒരിക്കലും അവരൊരു കാരണവശാൽ ആത്മഹത്യാപരമായ തീരുമാനം എടുക്കുമെന്ന് തോന്നുന്നു. മുൻ വർഷം ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ക്രോസ് ഔട്ട് ചെയ്യുന്ന സംഭവം ഒരു മണ്ഡലത്തിൽ കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അവിടെ ഒരു ക്രോസ് ഔട്ട് അവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാനൊരു പഴയ ഒരു രാഷ്ട്രീയത്തിലൊക്കെ നിന്നിട്ടുള്ള ആളാണ്. പല മണ്ഡലങ്ങളിലും നമ്മളെ ജൂനിയേഴ്സോ സീനിയേഴ്സോ ഒക്കെ ആയിട്ടുള്ളവർ തന്നെയാണ് പല മണ്ഡലങ്ങളിലും പൊളിറ്റിക്കൽ ലീഡർമാരായിട്ട് ഇപ്പോൾ ഉള്ളത്. ബാബർപുരം മണ്ഡലത്തിൽ ഞാൻ പറയുമ്പോൾ മറ്റൊന്നും കരുതരുത്, ഞാനത് പച്ചയ്ക്ക് പറയുന്നൊരു സ്വഭാവക്കാരനായതുകൊണ്ട് പറയും. RSSകാരും BJPക്കാരും ഇലക്ഷൻ ദിവസം CPM-ന് വേണ്ടി പരസ്യമായി ഇറങ്ങി വോട്ട് പിടിച്ചിട്ടുണ്ട്. ഞാൻ വളരെ ആധികാരികമായിട്ടാണ് പറയുന്നത്. അവിടെ മുസ്ലിം കൺസോൾട്ടേഷൻ നടന്നു. ഇതുവരെ അവിടെ CPM ഒരു പ്രാവശ്യം കല്ലറ വാസുദേവൻപിള്ള, അല്ല കല്ലറല്ല വാസുദേവൻപിള്ള, കല്ലറ കുഞ്ഞിഷ്ടമുള്ള വാസുദേവൻപിള്ള ജയിച്ചതല്ലാതെ ഇതുവരെ ആരും CPM അല്ലാതെ അവിടെ ജയിച്ചിട്ടില്ല. കോലികൃഷ്ണൻ നായർ 4 പ്രാവശ്യം മറ്റും ജയിച്ചു. TK മുരളി 3-ാം തവണയാണ്. അരുന്ധതി ജയിച്ചു. എല്ലാ CPM-കാരാണ്. CPM-ന് വലിയ കോട്ടയാണ് ഈ വാവനപുരം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ സുധീർ ഷാ അവിടെ വന്നപ്പോൾ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായി. അയാൾ ജില്ലാ പഞ്ചായത്തിൽ അട്ടിമറിച്ച് ജയിച്ച ആളാണ്. CPM-ന്റെ മണ്ഡലത്തിൽ അട്ടിമറി നടത്തി ജയിച്ചു. വളരെ വലിയ ഒരു നല്ല ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ ഈ നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഷാഫിക്കൊക്കെ ഉള്ള ഒരു ലൈനാണ് പുള്ളി. നല്ല പ്രാസംഗികനാണ്, നല്ല മിടുക്കനാണ്, പുതിയ ചെറുപ്പക്കാരനാണ്, ഈ രംഗത്തെ പുതിയ ആളാണ്. അയാൾ ഒരുപാട് വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്തു. അതുകൊണ്ട് അവിടെ BJP ശക്തമായി വോട്ട് മറിച്ചിട്ടുണ്ട്. കാട്ടാക്കട മണ്ഡലത്തിൽ ഇലക്ഷൻ്റെ തലേ ദിവസം 2 NSS യൂണിറ്റുകളിൽ നിന്ന് NSSന്റെ നേതാക്കൾ ഇറങ്ങി IB സതീഷിന് വേണ്ടി വോട്ട് പിടിച്ചിട്ടുണ്ട്. ആ വോട്ട് പിടിക്കാൻ പോയതിൽ CPM-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുമുണ്ട്. ഈ പോയത് NSS എന്നുള്ള ഒരു യൂണിറ്റ് എന്നുള്ള നിലയിലാണ്. പോകാൻ കാരണം ഡോക്ടർ പ്രവീൺ എന്ന് പറയുന്ന CSAയുടെ തെക്കൻ മേഖലയുടെ സെക്രട്ടറിയെ വിളവങ്കോട് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയും അതിൻ്റെ ബേസിൽ 8 തിരുവനന്തപുരത്ത് 6-7 മണ്ഡലങ്ങളിൽ കാട്ടാക്കട, പിന്നെ നെയ്യാറ്റിങ്കര, പാറശാല തുടങ്ങിയ അരുവിക്കര, കോവളം തുടങ്ങിയ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ CSAക്കാർ നിൽക്കുമെന്ന് CSA പള്ളിയിൽ അച്ഛന്മാർ പറയുകയുണ്ടായി. അവർ പരസ്യമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഒരാൾ നിൽക്കുകയാണ്, ഞങ്ങളിത് പള്ളികളിൽ നിർദ്ദേശം കൊടുക്കുക. ഇതിൽ പേടിച്ചു പോയവർ IB സതീഷിന് വേണ്ടി അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് രാഷ്ട്രീയത്തിലുണ്ട്. ഞാൻ 2 മണ്ഡലം ഉദാഹരണമായിട്ട് പറഞ്ഞു. ഇതുപോലെ പല മണ്ഡലങ്ങളിലും ക്രോസ് വോട്ടുണ്ട്. ക്രോസ് വോട്ട് ആത്മഹത്യാപരമാണ്. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നറിയാം, ഈ തലേ ദിവസം രാവിലെ ഇലക്ഷൻ്റെ രാവിലെ ഈ സമയത്തൊക്കെ ചിലവർ അനാലിസിസ് എടുപ്പുണ്ട്. ഈ എടുത്തു കഴിയുമ്പോൾ മനസ്സിലാവും നമുക്ക് നമ്മളെ കൈവിട്ട് പോകുമെന്ന്. കളിവിട്ട് പോകുമെന്നറിയുമ്പോഴാണ് പിന്നെ കളികളിലെ കള്ളക്കളികൾ വരുന്നത്. ഇത് പലപ്പോഴും നമ്മൾ ഇലക്ഷനിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ കണ്ടിട്ടുള്ളതാണ്.